അത് തന്നെയല്ല, ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ UDF ഒരു മേൽക്കൈ കിട്ടാൻ സാധ്യതയുണ്ടല്ലോ. ഞാൻ അങ്ങനെ കരുതുന്നില്ല. UDF തിരിച്ചു വരുമെന്ന് കരുതാത്ത ഒരാളാണ് ഞാൻ. പിണറായി എത്ര വിമർശിച്ചു സംഗതി ഇതാണെങ്കിലും അവരത് ഹോംവർക്ക് ചെയ്ത് ഒത്തിരി കയറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല. അത് നമുക്ക് കാണാം. LDF അധികാരത്തിൽ തിരിച്ചു വരുമെന്നോ? UDF വരികയെന്ന് തന്നെ കരുതുന്നു. ഞാൻ കഴിഞ്ഞ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഉറപ്പില്ലായിരുന്നു. പക്ഷെ ഇത്തവണ നല്ല ഉറപ്പുണ്ട്. LDF തന്നെ തിരിച്ചു വരും. LDF എത്ര സീറ്റ് കിട്ടുന്ന അങ്ങനെ കണക്കൂട്ടാൻ പറ്റും. കഴിഞ്ഞ തവണ ഞാൻ ഇത് ഇവര് വരുന്നതിന് മുമ്പ് ഒരു ലൈവ് ചെയ്തായിരുന്നു. കഴിഞ്ഞ തവണ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് ചെയ്യുന്നത്. ഇതുപോലെ 85 സീറ്റാണ് ഞാൻ നിരീക്ഷിച്ചത്. 85. അന്ന് ഞാൻ പേരാവൂരുള്ള ഒരു കോൺഗ്രസ്സുകാരന്റെ റൂമിലാണ് ഇതുപോലെ താമസിക്കുന്നത്. LLB പരീക്ഷയ്ക്ക് പോയതാ കർണാടകയിൽ. അപ്പൊ പുള്ളി ഇതിന് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ 85 സീറ്റ്, പക്ഷെ 99 സീറ്റിൽ അവർ അധികാരത്തിൽ വന്നു എന്ന് പറഞ്ഞ പോലെ എന്റെ ഇപ്പോഴത്തെ നിരീക്ഷണം LDF തന്നെ തിരിച്ച് അധികാരത്തിൽ വരും. എന്നാൽ എന്റെ അഭിപ്രായം, അങ്ങനത്തെ അഭിപ്രായം എനിക്ക് ഒട്ടും തന്നെ ഇല്ല. UDF വരും. UDF അധികാരത്തിൽ വരികയും ചെയ്യും. എല്ലാ കാലത്തും LDF 100, UDF 100, 99 ആ റേഞ്ചിലാണ് ജയിച്ചു വന്നോണ്ടിരിക്കുന്നത് മിക്കവാറും ഒക്കെ. ഉമ്മൻചാണ്ടി 2 സീറ്റിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനല്ല. ഉമ്മൻചാണ്ടിക്ക് 100 സീറ്റാ കിട്ടിയ പണ്ട്. അല്ലല്ല, അത് ആന്റണിക്കാ കിട്ടിയത് ആണെന്ന് തോന്നി. ഏതായാലും കോൺഗ്രസിന് 100 സീറ്റ് കിട്ടിയിട്ടുണ്ട്, LDF കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം എന്റെ കണക്കൂട്ടലിൽ UDF 1 സീറ്റെങ്കിലും കൂടുതൽ കിട്ടും. 101 സീറ്റ് 100 കൂടുതൽ കിട്ടുമെന്നാണ്, ഒരെണ്ണെങ്കിലും കൂടുതൽ കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. സാറ് LDF ജയിക്കും എന്ന് പറയുന്നത് എനിക്ക് കുഴപ്പമില്ല, സന്തോഷം. അതൊരു കണക്കൂട്ടല, മറ്റു കാര്യങ്ങളല്ല. ഏതായാലും വായനക്കാർ നമ്മൾ പറഞ്ഞത് അന്തരീക്ഷത്തിൽ കിടപ്പുണ്ടല്ലോ അല്ലേ? അതിനൊരു പഞ്ചെന്ന് പറഞ്ഞത് സീറ്റുകളുടെ എണ്ണം 101 സീറ്റാണ് റസൽ സാർ പറയുന്നത്. അപ്പൊ പല പ്രഖ്യാപനം കഴിയുമ്പോൾ ഒന്നിനും ഞാൻ അവതാളത്തിലാകും. ഓക്കെ, ശരി. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ.